ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറിനുമെതിരായ പരാതിയിൽ പി ജയരാജന്റെ മൊഴിയെടുത്തു. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഉമർ ഫൈസിക്ക് പിന്തുണയുമായി SKSSF സമസ്തയെയും ജിഫ്രി തങ്ങളെയും അധിക്ഷേപിച്ചതിനെയാണ് ഉമർ ഫൈസി എതിർത്തത് എന്നും സമസ്തയിലെ പൊതുവികാരം ഇതാണ് എന്നും SKSSF ജനറൽ സെക്രട്ടറി OP അഷ്റഫ്. മുൻ കോൺഗ്രസ് വക്താവ് രാധിക ഖേര BJPയിൽ ചേർന്നു. BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. രാമക്ഷേത്രം സന്ദർശിച്ചതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പീഡനങ്ങൾക്കിരയായെന്ന് ആരോപിച്ച രാധിക ഖേര കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. നടൻ ശേഖർ സുമനും BJPയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പ്രസംഗത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകൻ കാളീശ്വരം രാജു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. തുടർച്ചയായ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ നേരിട്ടുള്ള നടപടി വേണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് രംഗത്ത് അന്തിമ പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തുവിടുന്നതിൽ കാലതാമസമുണ്ടാകുന്നുവെന്ന ആരോപണം.